ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഏതൻസ് ഫോറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോട നിറഞ്ഞ ഒരു പ്രഭാതത്തിൻ്റെ കാഴ്ചയാണ് എത്തിക്കുന്നത്. ചെടികൾ മറ്റൊന്നുമല്ല, നമ്മുടെ ബൊഗൈൻവില്ല ഇല്ലേ, ഈ ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പറ്റും. എൻ്റെ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, നടന്നാലും തീരാത്ത ആ ഒരു കാഴ്ച നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഒരു റോഡിൻ്റെ സൈഡിലാണ്. ഞാൻ രാവിലെ ഈ ഒരു വഴി ക്രോസ് ചെയ്യുമ്പോൾ കണ്ട കാഴ്ചയാണ്. അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി, ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഇവിടുത്തെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ കിളികളുടെ സൗണ്ടും വണ്ടികളുടെയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സൗണ്ടൊന്നും ഇല്ലാതെ, പൊല്യൂഷനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഈ പറയുന്ന ബാക്ക് ഡ്രോപ്പിലാണെങ്കിൽ മൊത്തം കോട നിറഞ്ഞ അന്തരീക്ഷവും, സൈഡിലാണെങ്കിൽ പൂക്കളുടെ ഒരു മനോഹാരിതയും, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കധികം ഒരു എക്സൈറ്റഡ് ആണ് ഞാനും. ആ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും വന്ന് ആസ്വദിക്കേണ്ട കാഴ്ച തന്നെയാണ് ഈ ഒരു മോർണിംഗ് പ്രഭാതവും, ഇല്ലെങ്കിൽ 6 to 7 ആ ഒരു മോർണിംഗ് ടൈമിൽ ഇവിടുത്തെ കാഴ്ചകളും. നമുക്ക് നടക്കാനാണെങ്കിലും വളരെ നല്ല റോഡാണ്. ഈ ഒരു കാഴ്ച കണ്ടും കിളികളുടെ ആരവവും ആ ഒരു കുറുകലും ഒക്കെ കേട്ടുകൊണ്ടുള്ള നടന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, അത് ഞാൻ പറയുന്നതിലും അധികം നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ കാര്യം അറിയാൻ പറ്റും. ഞാൻ മനുവിൻ്റെ ബ്രദറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ചുമന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ വയനാട് വന്നേക്കുവാണ്. ഞാനിവിടെ വയനാടാണ് താമസം. അപ്പോൾ ഞങ്ങളിങ്ങനെ മഞ്ഞൊക്കെ കൊണ്ടിങ്ങനെ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു കാഴ്ച കണ്ടത്. അപ്പോൾ എനിക്ക് ശരിക്കും പൂക്കളും ചെടികളൊന്നും നോക്കിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ അറിവോ ഉള്ള ഒരാളല്ല. എന്നാലും ചേട്ടൻ നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും കാണുന്നത്, ഇത് അങ്ങ് ദൂരെ വരെ ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ചേട്ടൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ പ്രദേശമൊക്കെ ഞങ്ങൾക്ക് കണ്ടാലറിയാം, ഫുള്ള് കോട ഇറങ്ങി മഞ്ഞൊക്കെ പിടിച്ച് നല്ല വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വയനാടുകാർക്ക് ഇതൊരു വലിയ പുതുമയല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ വ്യൂ ആയിരിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചേട്ടൻ പറയും. മൊത്തം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നാടൻ ബൊഗൈൻവില്ലകളാണ്. ഈ പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി കാര്യങ്ങളൊന്നുമല്ല, 2-3 കളറുകൾ. പക്ഷേ ഇതിൻ്റെ മനോഹാരിത വർദ്ധിക്കുന്നത് പറഞ്ഞാൽ എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹാരിത ഏറെ വർദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത വീഡിയോകളിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എനിക്കിഷ്ടപ്പെട്ടതുമായിട്ടുള്ള വീഡിയോകളിൽ ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു ബൊഗൈൻവില്ലയുടെ ഈ ഒരു പാത്ത് വേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവിടുത്തെ ആളെയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ചെടികൾ വളർത്തിയ ആളെയും അതുപോലെ ആ വീട്ടുകാരെയും പരിചയപ്പെടേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. വർഗീസ് സാർ എന്നാണ് പേര്. ബത്തേരിയിലെ ബ്രാഞ്ച് മാനേജറായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഈ ഒരു വഴികൾ നിങ്ങൾ കാണാൻ പറ്റി നമ്മുടെ വീഡിയോയിൽ. ഇത്രയും മനോഹരമായിട്ട് ബൊഗൈൻവില്ല ഒരുക്കിയിരിക്കുന്നു. പക്ഷേ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് വർഗീസ് സാറിന് ഇതൊരു വെറുമൊരു എന്താ പറയുക, പൂക്കളോ ചെടികളോ മാത്രമല്ല, ഇത് ഓർമ്മകളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വൈഫ് ആണ് ഈ ചെടികളും നട്ടുപരിപാലിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പം വർഗീസ് സാറിനെ ആ ഒരു ഓർമ്മയിലേക്കാണ് ഈ ഒരു ബൊഗൈൻവില്ല കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായും നമ്മളെന്താ പറയുക, വയനാട്ടിലെ കോട ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോലും ഇല്ല, ക്രസൻറ്റ് റിസോർട്ടിലേക്ക് വരുന്ന ഒരു റോഡിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള കാഴ്ച പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി. കാരണം ഞാൻ ശരിക്കും എന്താ പറയുക, അനുഭവിച്ചറിഞ്ഞ കാഴ്ച നിങ്ങളിലേക്ക് വീഡിയോകളായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, കണ്ടന്റ് എന്ന് ചോദിച്ചാൽ വലിയ കണ്ടന്റോ കാര്യങ്ങളോ ആയിട്ടല്ല, ചെടികൾ അധികമല്ല, പക്ഷെ എന്നാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏതൻസ് ഫോറയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസുകളാണെങ്കിലും ചെടികളെ സംബന്ധിച്ചും ഗാർഡനിങ് സംബന്ധിച്ചും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസിനും അതിൻ്റെ എന്താ പറയുക, ഒരു ബാക്ക് പില്ലർ എന്നൊക്കെ പറയത്തില്ലേ, അത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളിലേക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.